പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ചന്ദ്രശേഖരനെ ശ്രീകാന്തും പുളിക്കൻ്റെ കൊലപാതകമായി സംസാരിക്കുകയാണ്. എന്തായാലും നമ്മളെ ആരും തിരിച്ചറിയത്തില്ല, അതിനുള്ള തെളിവുകളൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് ചന്ദ്രശേഖരൻ പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഉറപ്പാണോ അച്ഛ? തെളിവുകളെല്ലാം മാറ്റിയിട്ടുണ്ടല്ലോ, നീ പേടിക്കണ്ട. എന്തായാലും നമ്മൾ ആ സമയത്ത് നമ്മുടെ എങ്ങുമില്ല, പിന്നെന്തിനും നമ്മൾ പേടിക്കുന്നത് എന്ന് പറയാണ് ചന്ദ്രശേഖരൻ പറയാണ്, ഞാനാണെങ്കിൽ ദർശനമായിട്ട് വേദയുമായിട്ടുള്ള കാര്യം സംസാരിച്ച്, പക്ഷേ അവനൊരു താല്പര്യവുമില്ല, അവന് ഒരു വിധത്തിലൊന്നും അടങ്ങുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാണ്. അപ്പം വേദയെടുത്ത് നിനക്ക് സംസാരിച്ചൂടെ എന്ന് ചന്ദ്രശേഖരൻ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ആണ്, അച്ഛനെ എൻ്റെ ഇടയ്ക്കൊന്ന് ശ്രമിച്ചായിരുന്നു, പക്ഷേ നടക്കത്തില്ല, അങ്ങനെ ഒരു സംസാരിക്കാൻ പോലും അവൾ തയ്യാറല്ല, പിന്നെ എങ്ങനെയാണ് പറയുന്ന കാര്യം കേൾക്കുന്നത് എന്ന് ശ്രീകാന്ത് പറയുകയാണ്. അപ്പം ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചന്ദ്രശേഖരൻ ചോദിക്കുമ്പം പറയാണ്, ആ വിക്രത്തിൻ്റെ ബലത്തിലാണ് അവൾ ഇതെല്ലാം ചെയ്യുന്നത്, അപ്പം അവനെ അങ്ങ് തട്ടിയാലോ എന്ന് ശ്രീകാന്ത് പറയാണ്. അപ്പം ചന്ദ്രശേഖരൻ പറയാണ്, അത് തന്നെ, പുളിക്കനെ തട്ടാൻ നമ്മൾ ശ്രമിച്ചതുപോലെ വിക്രവും ഇനി ഭൂമിക്ക് മുകളിൽ വേണ്ട എന്ന് രണ്ടുപേരും കൂടെ അങ്ങ് തീരുമാനിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രശേഖരൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ജോണിയാണ് വിളിക്കുന്നത്. ജോണി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ വച്ചതിന് ശേഷം ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ്, ജോണിയാണ് വിളിച്ചത്, എന്തായാലും ശ്രീനിവാസനും വാസനും തമ്മിൽ കണ്ടിട്ടുണ്ടെന്ന്, ആരാ ഇതിൻ്റെ പിന്നിലാണെന്ന് കണ്ടുപിടിക്കണമെന്ന് രണ്ടുപേരും തീരുമാനിച്ചുള്ള കാര്യം ചന്ദ്രശേഖരൻ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയണം. അപ്പോൾ ശ്രീകാന്ത് പറയണം, അത് നമുക്ക് പണിയാവുമല്ലോ എന്ന് പറയാണ്. കുഴപ്പമില്ലടാ, അതിന് തെളിവുകളൊന്നും ഇല്ലല്ലോ, പിന്നെ അനിയൻകുട്ടൻ അവൻ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നു, ഇനി അവന് ഈ ഭൂമിക്ക് മുകളിൽ വേണ്ട. യുദ്ധം അങ്ങനെയാണ്, യുദ്ധം ചെയ്യുമ്പോൾ ഇതിൽ പലരും വന്ന് പെടും, അവരൊക്കെ ജീവനഹാനി ഉണ്ടാവും, അത് സ്വാഭാവികമാണെന്ന് ചന്ദ്രശേഖരൻ പറയാണ്. എന്നിട്ട് ഒരു കൊല ചിരിക്കുന്നുണ്ട്. ഇതിനുശേഷം വേദയുടെ വീട്ടിലാണെങ്കിൽ വേദ ശങ്കരൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അച്ഛ, ഞാൻ ഉടനെ തന്നെ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പം ശങ്കരനാണെങ്കിൽ ഞെട്ടുന്നുണ്ട്. നീ വന്നപ്പോൾ ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്, നീ അന്ന് പറഞ്ഞ കാരണങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, പിന്നെന്താ? അത് മാത്രമല്ല, വരുണിൻ്റെ കൊലപാതകത്തിൽ വിക്രം പ്രതിയാണല്ലോ, ഇപ്പം പുളിക്കനും മരിച്ചു, അതിലും. അപ്പം വേദ പറയണം, അതിലും വേണമെങ്കിൽ വിക്രമാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് പറയാം, കാരണം വരുൺ കൊല്ലപ്പെട്ട സമയത്ത് വിക്രം അവിടെ എങ്ങും ഇല്ലായിരുന്നു, എന്നിട്ട് വിക്രത്തിൻ്റെ പേര് വന്ന്, അപ്പം ഇതും സ്വാഭാവികമായിട്ട് പുളിക്കൻ മരിച്ചപ്പം വിക്രമ കൊന്നതെന്ന് പറയാം. പിന്നെ പുളിക്കൻ മരണപ്പെട്ട സ്ഥിതിക്ക് ഇനി വിക്രത്തിൻ്റെ പേര് ഈ കേസിൽ വരുത്തില്ല, കാരണം ആകപ്പാടെയുള്ള ഒരു ദൃക്സാക്ഷി മരണപ്പെട്ടല്ലോ എന്ന് പറയുകയാണ്, അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കത്തില്ല എന്ന് വേദ പറയുകയാണ്. അപ്പോൾ വീണ്ടും ശങ്കരൻ ചോദിക്കുകയാണ്, അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത്, നീ എന്നിട്ടും വീണ്ടും വിക്രത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അച്ഛനോട് പറയാനുണ്ട്, അത് ഞാൻ പതുക്കെ കൊണ്ട് അച്ഛനെ വ്യക്തമാക്കാം എന്ന് പറഞ്ഞ് വേദ പോകാൻ ഒരുങ്ങുമ്പം വേദയെ വിളിച്ചെടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, എന്നാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? 2 ദിവസത്തിനുള്ളിൽ ഞാൻ പോകും, ആ പോകുമ്പോഴത്തേക്കും അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമാക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് സമയം കൂടെ വേണം, കുറച്ച് കാര്യങ്ങളും കൂടെ വ്യക്തമാക്കി മനസ്സിലാക്കാനുണ്ടെന്ന് വേദ പറയുകയാണ്. പിന്നെ അച്ഛൻ അപ്പോഴറിയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അച്ഛന് താങ്ങാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് വേദ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇത് പത്മ വന്നിട്ട് ചോദിക്കുകയാണ്, വേദ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അപ്പോൾ ശങ്കരൻ പറയുന്നുണ്ട്, നാട്ടിലെ കേസെല്ലാം വാദിച്ച എനിക്ക് സ്വന്തം വീട്ടിലെ തെറ്റുകൾ കണ്ടെത്താനോ അതിന് കറക്റ്റായിട്ട് നിരീക്ഷിക്കാനോ പറ്റിയില്ലെന്നാണ് തോന്നുന്നത് എന്നും പറഞ്ഞ് ശങ്കരൻ ഓരോന്ന് ആലോചിക്കുകയാണ്. മുറിയിൽ ചെന്ന വേദയാണെങ്കിൽ വിക്രത്തിനോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നീ എന്തിനാ അച്ഛനോട് അങ്ങനെ പറഞ്ഞത്? എനിക്ക് തോന്നുന്നില്ല നിൻ്റെ അച്ഛൻ ശ്രീകാന്തിൻ്റെ കൂടെ കൂട്ടി നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ വേദ പറയാണ്, എന്തായാലും ഞാനിത് പറയാനും വേറൊരു കാരണമുണ്ട്, ശ്രീകാന്ത് ഏട്ടൻ വരുമ്പോൾ എന്തായാലും അയാളുമായിട്ട് അച്ഛൻ ഡിസ്കസ് ചെയ്യുമല്ലോ, അച്ഛൻ ഇതിൽ പങ്കുണ്ടോ എന്ന് അറിയണമല്ലോ, ഇപ്പം എനിക്ക് ആരെയും വിശ്വാസമില്ല എന്ന് പറയുകയാണ്. ഇതൊക്കെ അച്ഛനും കൂട്ടി നിന്നേല്ലയോ, അപ്പം അതിൻ്റെ വ്യക്തമായ ഒരു പിക്ചർ എനിക്ക് കിട്ടണമെന്ന് വേദ പറയാണ്. എന്താ നിനക്ക് എന്നെയും വിശ്വാസം ഇല്ലേന്ന് വിക്രം ചോദിക്കുകയാണ്. അവരുടെ ഇപ്പം നീയും ഞാനും ഒന്നും അല്ലല്ലോ, നമ്മളൊന്നല്ലേ എന്ന് വേദ പറയുകയാണ്. അപ്പോഴത്തേക്ക് വിക്രമാണെങ്കിൽ വേദയെ കെട്ടിപ്പിടിക്കാനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് സീനൊക്കെയുണ്ട്. ഈ സമയത്താണ് വേദയുടെ ഫോണിലേക്ക് ജോസഫ് വിളിക്കുന്നത്. അങ്ങനെ വിക്രം എടുക്കുന്നുണ്ട്. ഇപ്പം അവിടുത്തെ അനിയൻകുട്ടൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അനിയൻകുട്ടൻ പിച്ചും പേയും പറയുകയാണ്, നീ വിക്രത്തെ കൊല്ലും, അവർ കൊല്ലും എന്ന് മാത്രമേ പറയുന്നുള്ള കാര്യം വിക്രത്തിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം വേദ ചോദിക്കുന്നുണ്ട്, അത് അന്ന് പുളിക്കനെ കൊന്നത് അനിയൻകുട്ടൻ കണ്ടിട്ടുണ്ട്, പക്ഷേ അവന് സ്വബോധമില്ല, അവൻ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നതെന്ന് വേദയെടുത്ത് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ വേദ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. എന്താണെങ്കിൽ രാവിലെ തന്നെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ വർഷ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് വരുമ്പോൾ ഉടനെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ പോവുക, ഇങ്ങനെയാണെങ്കിൽ ശരിയാവത്തില്ല, കുഞ്ഞിനൊന്നും ലാളിക്കുക ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് കൈയൊക്കെ കഴിവിട്ട് വന്നിട്ട് പറയാണ്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ അവന് വേണ്ടിയല്ലേ ഈ ഓടുന്നതൊക്കെ, എൻ്റെ മോൻ വലുതായി വരുമ്പോൾ ഒരു രാജകുമാരനെ പോലെ വാഴണം എന്ന് പറയാണ്. പിന്നെ ആദ്യം അവന് കിട്ടേണ്ട സ്നേഹം കിട്ടിയിട്ടല്ലേ രാജകുമാരനെ പോലെ വാഴുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഒരു വയസ്സിൽ നിൻ്റെ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ.
പക്ഷേ 4 വയസ്സിൽ നിനക്ക് അച്ഛൻ വാങ്ങിച്ചെന്ന സൈക്കിളിനെ കുറിച്ച് നീ എപ്പോഴും പറയും. അതേപോലെ നമുക്കൊരാൾ എന്ത് വാങ്ങിച്ചു തരുന്നെന്നോ അല്ലെങ്കിൽ അവർ നമ്മളോട് എങ്ങനെ ചെയ്യുന്നെന്നോ അതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഒരു പ്രായം കഴിയുന്നതിന് ശേഷം ആ ഓർമ്മ നിലനിൽക്കത്തുള്ളൂ എന്ന് പറയണം. എങ്കിൽ നമ്മളെന്താ പറയുന്നത്? അയാളൊരു ബലൂൺ പോലും നമുക്ക് വാങ്ങിച്ചു തന്നില്ല എന്നല്ലേ പറയത്തുള്ളൂ. അല്ലാതെ കെട്ടിപ്പിടിക്കുന്നതോ ഉമ്മ വെക്കുന്നതോ ഒന്നും അല്ല സ്നേഹമെന്ന് ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് കൊച്ചിനെ എടുത്ത് ലാളിച്ചിട്ട് പറയുകയാണ്, ഇവനെ ഒരു രാജകുമാരനെ പോലെ വാഴിക്കാനാണ് എൻ്റെ ഉദ്ദേശം. അതിനു വേണ്ടി ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. അത് അവന് പതുക്കെ മനസ്സിലാവുമെന്ന് പറയാണ്. നീ ഒരു ചായ എടുക്കാൻ പറയാണ്. എന്നിട്ട് വർഷയെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, വേദ എന്തെങ്കിലും നിന്നോട് പറയാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഏയ്, അവൾ എന്നോടൊന്നും പറയാറില്ല. പിന്നെ അവൾക്കിപ്പോൾ മിമിക്രി പരിപാടിയാണല്ലോ. ഒരു ദിവസം അവളുടെ മുറിയിൽ നിന്ന് ഒരാളുടെ ശബ്ദം കേട്ടായിരുന്നു, അയാൾ പാട്ട് പാടുന്നത്. എന്നിട്ട് ഞാൻ ചെന്ന് ചോദിച്ചപ്പം ഏതാണ്ട് ഓഫീസിലെങ്ങാണ്ട് മിമിക്രി പരിപാടി ഉണ്ടെന്ന്, ദീപ്തി ഉണ്ടായിരുന്നു കൂടെ എന്ന് പറയാണ്. എന്നും പറഞ്ഞ വർഷ അങ്ങ് പോരുകയാണ്. ഞാൻ ചായ എടുക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ ശ്രീകാന്ത് പറയണം, നീ ഇവിടെ നിൽക്ക്, ഞാൻ എന്താ വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ കൈ കൊടുത്തിട്ട് നേരെ വേദയുടെ റൂമിലോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ ഉടനെ ശങ്കരൻ വിളിച്ചിരുത്തുന്നുണ്ട്. ശങ്കരൻ വിളിച്ചിരുത്തിട്ട് ചോദിക്കുകയാണ്, അങ്ങോട്ട് പോന്ന്, ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾക്ക് തീരുമാനമായിട്ട് വരാം എന്ന് പറയുകയാണ്. അപ്പോൾ ശങ്കരൻ പറയാണ്, അത് ഞാൻ ചോദിക്കുന്നതിനെല്ലാം ഉത്തരം പറഞ്ഞിട്ട് നീ പോയാൽ മതി എന്ന് പറയാണ്. നീ വേദ ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അച്ഛൻ എന്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്? അച്ഛനും ഇഷ്ടമല്ലായിരുന്നല്ലോ വേദയും വിക്രമും തമ്മിലുള്ള ഒരുമിച്ച് ജീവിക്കുന്നത്. അച്ഛനും എൻ്റെ കൂടെ എല്ലാം നിന്നിട്ട് ഇപ്പോൾ എന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശങ്കരൻ പറയാണ്, അതൊക്കെ നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ വേദയും വിക്രയും വെറുതെ വിട്ടായിരുന്നു. അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ച്. അത് നിനക്കറിയാം. പക്ഷെ നീ അവരുടെ പുറകിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല കേസിൽ വിക്രത്തെ കൊടുക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് പറയാണ്. അപ്പം ശ്രീകാന്ത് പറയണ, അച്ഛനെന്താ ഇപ്പം പറയുന്നത്? അവൻ നല്ലവനാണെന്നാണോ? അവൻ പക്ക ക്രിമിനലാണെന്ന് പറയാണ്. അപ്പോൾ ശങ്കരൻ പറയാണ്, ശരിയാ, വിക്രം പല കേസിലും പെട്ടിട്ടുണ്ട്. അവനെ അതുകൊണ്ട് തന്നെ ഞാൻ ക്രിമിനൽ എന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ പല കേസിലും പെട്ടിട്ട് പല ചതിയും കൊലപാതകവും ചെയ്തിട്ട് നാട്ടിൽ ഒന്നും അറിയാതെ എല്ലാവരായി നടക്കുന്ന പലരും ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ശങ്കരൻ ശ്രീകാന്തിനെ ആക്കി പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ ശ്രീകാന്ത് ഒന്നും വല്ലാതിരിക്കുന്നുണ്ട്. അപ്പം പത്മ വന്നിട്ട് പറയുന്നുണ്ട്, എന്താ അച്ഛൻ ചോദിച്ചാൽ കേട്ടില്ലേ? ഏതാ ഇങ്ങോട്ട് തിരിച്ചെത്താൻ കാരണം നീയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ കുഞ്ഞിക്കുകയാണ്.